സർ, ഈ പാകിസ്ഥാന്റെ നിരീക്ഷണ വിമാനമായ ATR-72 ഈ വിമാനം ഇന്ത്യയുടെ ഇന്ത്യൻ അതിർത്തിയിൽ വെച്ച് ഇലക്ട്രോണിക് ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ ഒരു പരാതി പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. ATR-72 സർ, എന്താണ് ഇതിൽ സംഭവിച്ചത്? ശരിയാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 16 പാകിസ്ഥാൻ നേവിയുടെ 29ാം സ്ക്വാഡ്രനിൽപ്പെട്ട ATR-72 സീരീസിൽപ്പെട്ട RAS-72 സീ ഈഗിൾ സർവൈലൻസ് ആൻഡ് ആൻറ്റി സബ്മറൈൻ അറ്റാക്ക് എയർക്രാഫ്റ്റ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന, അതായത് ഒരേ സമയം നിരീക്ഷണവും അതുപോലെ തന്നെ സബ്മറൈൻ വിരുദ്ധ, അതായത് അന്തർവാഹിനികളെ ആക്രമിക്കാൻ, കണ്ടെത്താനും ലൊക്കേറ്റ് ചെയ്യാനും അന്തർവാഹിനികൾക്കെതിരെ മിസൈൽ പ്രയോഗിക്കാനും ശേഷിയുള്ള, അന്തർവാഹിനികളെ കണ്ടെത്തുന്ന റഡാറുകൾ ഘടിപ്പിച്ച, അതുപോലെ അന്തർവാഹിനി വിരുദ്ധ മിസൈലുകൾ ഘടിപ്പിച്ച ഈ വിമാനം ഗുജറാത്തിൻ്റെ തീരത്ത് നിന്നും, അതായത് ഇന്ത്യയുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് വെച്ച് ഈ വിമാനം പെട്ടെന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുഴപ്പത്തിലേക്ക് പോയി ചാടുന്നു. അതായത് വിമാനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്കുകൾ മുഴുവൻ ആരോ ബ്ലോക്ക് ചെയ്യുകയാണ്. ഈ വിമാനം ആ സംഭവം ഉണ്ടാകുന്നത് വരെ പാകിസ്ഥാൻ നേവിയുടെ ഒരു കോർവറ്റ് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധക്കപ്പലുകൾ 3 തരത്തിലാണ്. ഒന്ന്, ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഡിസ്ട്രോയർ എന്ന് പറയും. അതിന് താഴെയുള്ളത് ഫ്രിഗേറ്റ്. ഈ ഡിസ്ട്രോയർ ഏതാണ്ട് ഒരു ചെറിയ വിമാനവാഹിനി കപ്പൽ പോലെ തന്നെയാണ്. ഏതാണ്ട് ഒരു 10, 180, 200 മീറ്ററൊക്കെ നീളം വരും ഒരു ഡിസ്ട്രോയർ കപ്പലിന്. അതിന് താഴെയുള്ള ഫ്രിഗേറ്റ്, അതിനും താഴെയുള്ളതാണ് 100 മീറ്ററിലൊക്കെ താഴെ വരുന്ന വലിപ്പമുള്ളൊരു ഫ്രിഗേറ്റ്. അത് യർമുഖ് ക്ലാസ്സിൽപ്പെട്ട ഒരു ഫ്രിഗേറ്റ്. അതുമായിട്ട് സംയുക്തമായിട്ടാണ് പട്രോളിംഗ് നടത്തിയിരുന്നത്. അതായത് ഈ വിമാനത്തിൽ നിന്നും റിയൽ ടൈം ഡേറ്റ എക്സ്ചേഞ്ച് കപ്പലുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വിമാനത്തിന് കപ്പലുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. വിമാനത്തിൻ്റെ സാറ്റലൈറ്റ് ലിങ്ക് നഷ്ടപ്പെടുക. എന്താണ് വിമാനത്തിന് സംഭവിക്കുന്നത്? ആർക്കും അറിഞ്ഞുകൂടാ. അതായത് ടാക്ടിക്കൽ ഡേറ്റ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല. വിമാനം ഒരു ചരടിൽ നിന്നും പൊട്ടിപ്പോയ പട്ടണം കണക്കെ വിമാനം ഇങ്ങനെ പോകാൻ തുടങ്ങി. പെട്ടെന്ന് പാകിസ്ഥാൻ നാവികസേനയുടെ ആസ്ഥാനത്തേക്ക് കപ്പലിൽ നിന്നും സന്ദേശം പോകുന്നു. അതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഒരു F-16 വിമാനം ഈ വിമാനത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗുജറാത്തിൻ്റെ തീരത്തിന് പുറത്ത്, ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നു. എന്തായാലും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ വിമാനത്തിൻ്റെ ഈ ഡാറ്റ ലിങ്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡാറ്റ ലിങ്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റേ വിമാനം ആയിട്ട് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ATR-72 സാധിച്ചു. അതിനെ തുടർന്ന് ഈ വിമാനത്തെ എസ്കോർട്ട് ചെയ്ത് പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനം തിരിച്ച് സിന്ധിലുള്ള അവരുടെ എയർബേസിലേക്ക് കൊണ്ടുപോകും. സംഭവം നടക്കുന്നത് ഡിസംബർ 16. എന്താ സംഭവിച്ചത്? ആർക്കും പിടിയില്ല. അപ്പോൾ പാകിസ്ഥാൻ നാവികസേനയുടെ വിമാനമാണല്ലോ ഇത്. നാവികസേന പറയുന്നത് ഈ വിമാനം ആധുനികമായ ഒരു വിമാനമാണ്. യഥാർത്ഥത്തിൽ ഈ ATR-72 എന്നുള്ള വിമാനത്തെക്കുറിച്ച് നമുക്ക് ഇനിയിപ്പോൾ പറയാം. ആ വിമാനം ഫ്രാൻസും ഇറ്റലിയും കൂടി ചേർന്ന് സംയുക്തമായി നിർമ്മിക്കുന്ന വിമാനമാണ്. ATR-72 സാധാരണ ഇത് പല രീതിയിൽ ഉപയോഗിക്കും. പാസഞ്ചർ വിമാനമായിട്ട് ഉപയോഗിക്കുമ്പോൾ 72 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ്. അതാണ് ഒരു മീഡിയം ക്ലാസ് വിമാനമാണ്. വലുതുമല്ല, തീരെ ചെറുതുമല്ല. 72 എന്നുള്ള അതിൻ്റെ അർത്ഥം അതാണ്, ATR-72. ആ ATR-72 അതിൻ്റെ സീ ഈഗിൾ എന്ന് പറയുന്ന ഒരു വെർഷനുണ്ട്. ആ സീ ഈഗിൾ വെർഷനാണ് ഇപ്പോൾ നമ്മൾ ഈ അപകടത്തിൽ പെട്ടത്. ഈ സീ ഈഗിൾ വെർഷൻ എന്ന് പറയുന്നത് മുഖ്യമായിട്ടും പട്രോളിങ്ങിനും അതുപോലെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. ആ വിമാനത്തിന് നേരെ നടന്ന ഈ ആക്രമണത്തിലെ അതീവ ഗൗരവത്തോടെയാണ് പാകിസ്ഥാൻ കാണുന്നത്. പാകിസ്ഥാൻ അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു പരാതിയൊക്കെ പറഞ്ഞു.
പക്ഷേ ഇന്ത്യ ഇതിനകത്തിലൊന്നും മിണ്ടിയിട്ടില്ല. ഇത് ആരാണ് ഈ വിമാനത്തെ ഇത് പാകിസ്ഥാനിൻ്റെ ആ പ്രാഥമിക വിശകലനങ്ങൾ പ്രകാരം ഈ വിമാനത്തിന് നേരെ ഇലക്ട്രോണിക്സ് അറ്റാക്ക് ഉണ്ടാവുകയും ജാമിങ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. വിമാനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും അതുപോലെ തന്നെ ഡാറ്റ നെറ്റ്വർക്കിനെയും ഒക്കെ ജാം ചെയ്തു കളഞ്ഞു. ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഇന്റേണൽ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതെന്താണ് യഥാർത്ഥത്തിൽ വിമാനത്തിന് സംഭവിച്ചത്. അത് ഇലക്ട്രോണിക്സ് വാർഫെയർ ആണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി അവരെ ഞെട്ടിപ്പിക്കുന്ന വിമാനത്തിൻ്റെ സർവ്വഭാഗങ്ങളെയും നിശ്ചലമാക്കാൻ പോരുന്ന അത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു നടന്നത്. ഭാഗ്യത്തിനാണ് വിമാനം തകർന്നു വീഴാതിരുന്നത് എന്നാണ്. അത് ഈ ആക്രമണം നടത്തിയ ആൾക്കാർ കുറച്ച് സമയം കൂടി ഈ ഡേറ്റ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ വിമാനം അറേബ്യൻ കടലിൽ തകർന്നു വീഴുമായിരുന്നു. വിമാനത്തിൽ 20ഓളം സൈനികരും വിദഗ്ധരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൊല്ലപ്പെടാനായിരുന്നു സാധ്യത. അത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വിമാനത്തിന് യഥാർത്ഥത്തിൽ എയ്സാർ റഡാർ എന്ന് പറയുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറുണ്ട്. അതായത് ഒരേ സമയം ഒരു 60ഓളം ലക്ഷ്യസ്ഥാനങ്ങളെ സ്പോട്ട് ചെയ്യാനും അതുപോലെ ട്രാക്ക് ചെയ്യാനും അതിലൊരു 20 എണ്ണത്തിനെങ്കിലും എൻഗേജ് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി ഉള്ള വിമാനമാണ്. ആൻറ്റി ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉണ്ട്. അതുപോലെ ഈ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റംസ് ഇതിനെല്ലാം തന്നെ ചെറിയ ഡാമേജ് ഒക്കെ പറ്റി. തിരിച്ച് വിമാനം ഇറക്കിയപ്പോഴേക്കും വിമാനത്തിൻ്റെ ഡാറ്റ ലിങ്ക് കുറച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് അവർക്ക് തിരികെ പോകാൻ പറ്റിയത്. പക്ഷേ സാറ്റലൈറ്റ് ലിങ്ക് പരിപൂർണമായിട്ടും വിമാനത്തിൻ്റെത് കേടായി പോയിരിക്കുന്നു എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ശത്രു അതീവ പ്രബലനാണ്, ജാമിങ് പരിപൂർണമായിരുന്നു, കോംപ്രഹെൻസീവ് ആയിരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതായത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ജാം ചെയ്യാൻ ശേഷിയുള്ള ഒരു ശത്രു, ആ ശത്രുവിനെ പേടിക്കണം. വിമാനത്തിന് അനങ്ങാൻ പറ്റുന്നില്ല. സർവ സംവിധാനങ്ങളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും പൂട്ടിയിട്ടപ്പെട്ട നിലയിലാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ F-35നും നേരിട്ടത് ഇതേപോലത്തെ ഏതാണ്ട് ഒരു അവസ്ഥയാണ്. തിരുവനന്തപുരത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു F-35 വന്നല്ലോ. ഇറങ്ങുമ്പോഴും അവർക്ക് ഇതേപോലുള്ള ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ജാം ചെയ്യപ്പെട്ടിരുന്നു, സാറ്റലൈറ്റ് ലിങ്ക് നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ടോ തിരിച്ചു വന്നു. ഈ പറയുന്ന പോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പരിപൂർണമായിട്ട്, പക്ഷേ ഡാറ്റ ലിങ്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യൻ വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് അവർ ബന്ധപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് വരും ദിവസങ്ങളിൽ ഈ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇനി പഴയതുപോലൊന്നും ആവില്ല. സമ്പൂർണമായിട്ടും ഈ പറയുന്ന ഇലക്ട്രോണിക് വാർഫെയറും അതായത് സ്പൂഫിംഗ്, ജാമിങ് തുടങ്ങിയ ആധുനിക യുദ്ധമുറകളിലൂടെ ആയിരിക്കും ഈ വരും ദിവസങ്ങളിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്. ഒരു കാരണവശാലും പഴയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇനി തിരിച്ചു പോക്കില്ല. വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകർത്തുകൊണ്ടായിരിക്കും. അതായത് വിമാനം ഭൗതികമായിട്ട് ഫിസിക്കലായിട്ട് വിമാനത്തിന് ഒരുപക്ഷെ തകരാറൊന്നും, മിസൈൽ കൊണ്ട് ആക്രമിക്കുവോ അതല്ലെങ്കിൽ വിമാനത്തെ മോർട്ടാർ കൊണ്ട് വെടിവെക്കുകയോ ഒന്നും ചെയ്യില്ല. പകരം വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് തകർക്കും. അത് നിമിഷങ്ങൾക്കുള്ളിൽ അത് വേണമെങ്കിൽ തകർന്നു വീഴാം. അതല്ലെങ്കിൽ ലക്ഷ്യം തെറ്റി കടലിലോ കുറേ ദൂരം പറന്നിട്ട് ഇന്ധനം തീരുമ്പോഴേക്കും അത് കടലിൽ തകർന്നു വീഴാം. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി ഇറങ്ങാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ ഈ വിമാനം വന്നിറങ്ങാം. യഥാർത്ഥത്തിൽ ഈ തുർക്കിയുടെ പല ഡ്രോണുകളും ഇന്ത്യ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് ഇറക്കിയത്. അത് തകർത്തില്ല. അങ്ങനെ ഇറക്കിയത് കൊണ്ടാണ് നമ്മളത് വീണ്ടും എടുത്ത് അതിന് ചെറിയ കേടുപാടുകളൊക്കെ പറ്റി ഇറങ്ങുമ്പോൾ അത് പുനർനിർമ്മിച്ച് ഈ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചത്. അപ്പോൾ ജാമിങ് പരീക്ഷണങ്ങൾ ഏതോ ഒരു വൻശക്തി വലിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ വിലയിരുത്തുന്നത്. ആ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ഇത് പ്രയോഗിക്കുന്നത്. പക്ഷെ ഞാൻ അതിശയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിലെ ഡ്രോണുകളുടെ നേരെയൊന്നും ഇത് പ്രയോഗിക്കാതെ പാകിസ്ഥാൻ ഒരുപക്ഷെ ബംഗ്ലാദേശിനെ ഒരു ശക്തിയായിട്ട് പോലും പരിഗണിക്കുന്നില്ലായിരിക്കും, അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലായിരിക്കാം. ഒരു നിസ്സാരപ്പെട്ട ഒരു ശത്രുവിനെ വലിയ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ അവരുടെ മനസ്സ് തകർക്കണ്ട എന്ന് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും ബംഗ്ലാദേശിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്.
അവരെ വെറുപ്പിക്കണ്ട എന്നോ കരുതിയിട്ടായിരിക്കാം. കാരണം അങ്ങനത്തെ ഒരു സംഘം നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട് ഇന്ത്യയോട് പ്രോ ഇന്ത്യ നിലപാടുള്ളത്. അപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഇത്തരം ബംഗ്ലാദേശിന്റെ വിമാനം ഇന്ത്യക്ക് നിസ്സാരമായിട്ട് തകർക്കാം. പക്ഷേ ഇന്ത്യ അത്തരം ശ്രമങ്ങളിലേക്ക് പോകാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശ് ഒരു പരിധി ലംഘിക്കുന്നിടം വരെ ഇന്ത്യ പിന്നെ ക്ഷമിക്കും. പണ്ട് ഈ ശിശുപാലൻ, മഹാഭാരതത്തിലെ ഒരു കഥാപാത്രം ശിശുപാലൻ എന്നൊരു കഥാപാത്രമാണ്. ഈ ശിശുപാലൻ ജനിക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണന്റെ കൈയാൽ കൊല്ലപ്പെടുമെന്നാണ് ഒരു അശരീരി കേട്ടത്. അപ്പോൾ ശിശുപാലന്റെ അമ്മ പിന്നെ ശ്രീകൃഷ്ണന്റെ മുന്നിലെത്തിയിട്ട് എൻ്റെ മകനെ കൊല്ലരുത്, ഒരു കാരണവശാലും ഞാൻ അങ്ങ് പറയുന്നത് എന്ത് വേണമെങ്കിലും കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പം അവസാനം ഭഗവാൻ ഒരു വരം കൊടുത്തു, നിന്റെ മകൻ ചെയ്യുന്ന 100 തെറ്റുകൾ ഞാൻ ക്ഷമിക്കും എന്ന് പറഞ്ഞു. 101ാമത്തെ തെറ്റ് ചെയ്തപ്പോൾ സുദർശന ചക്രം വെച്ച് അവൻ്റെ തല പിന്നെ ഛേദിച്ച് അവന് മോക്ഷം കൊടുത്തു എന്നാണ് കഥകളിൽ. എന്തായാലും ഇവിടെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ അതായിരിക്കാം. പക്ഷെ പാകിസ്ഥാനോട് ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറല്ല. പാകിസ്ഥാനെ ചെറിയ വയലേഷൻസ് പോലും ഇന്ത്യ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ഭാവിയിൽ വരാനിരിക്കുന്നത് ഇലക്ട്രോണിക്സ് യുദ്ധമാണെന്ന് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം തീർന്നു. അതായത് 50 മെഗാവാട്ടിൻ്റെ കിലോ വാട്ടിൻ്റെ ഒരു ലേസർ ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയുടെ പിന്നെ പ്രതിരോധ സൈന്യം നമ്മൾ പരീക്ഷിക്കാനിരിക്കുകയാണ്. 50 കിലോ വാട്ട്. ഇപ്പോൾ ഇതുവരെ 30 കിലോ വാട്ടിൻ്റെ ആണ് നമ്മുടെ കൈവശമുള്ള. 50 കിലോ വാട്ടിൻ്റെ ലേസർ ഉടൻ തന്നെ പരീക്ഷിക്കും. അതായത് ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഭാഗമാണ് ഈ ലേസർ ആയുധങ്ങൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെ പല വിമാനങ്ങൾക്കും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡേറ്റ ലിങ്ക് നെറ്റ്വർക്കും ഒക്കെ കട്ട് ചെയ്യപ്പെടാം ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. നമുക്ക് ഇരിക്കാം.